ഹായ്, നമുക്കിന്ന് പെട്ടെന്നൊരു ലഞ്ച് തയ്യാറാക്കിയിട്ട് വരാം. രാവിലെ ചോറൊക്കെ ഒന്നുകൂടി തിളപ്പിച്ച് വറുക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമ്മളതെടുത്ത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. നമ്മൾ അതെടുത്ത് വയ്ക്കുകയാണ്. രാവിലെ കറികൾ ഉണ്ടാക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കും. ഞാൻ മുമ്പൊക്കെ അരിഞ്ഞായിരുന്നു ചേർത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ മുഴുവൻ അതിലങ്ങ് ഇറങ്ങിക്കോളും. മറ്റേത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോൾ അത് പറക്കി കളയുമല്ലോ. ഇതാകുമ്പോൾ അങ്ങനെ ഉണ്ടാകത്തില്ല. അത് അതിനകത്ത് മുഴുവൻ അലിഞ്ഞങ്ങ് ചേർന്നോളും. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കും. ഇനി ചാളമീനാണ് കിട്ടിയിരിക്കുന്നത്. കുറച്ച് കറി വെക്കാനും കുറച്ച് വറുക്കാനുമായിട്ട് എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അരപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരപ്പ് എണ്ണയിൽ കിടന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടച്ച് വെച്ച് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കുറച്ച് തക്കാളി കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ തക്കാളി രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഒഴിക്കാനായിട്ട് തക്കാളി രസമാണ് ഉണ്ടാക്കുന്നത്. തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു മുളക് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളകാണ്. നല്ല മണവും നല്ല എരിയൊക്കെയുള്ള മുളകാണ്. ഞാനതിൻ്റെ അരിയൊക്കെ തുരന്ന് കളഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് എടുത്തത്. നല്ല എരിയാണ്. ഇനി ഒരു മുറി സവാള കൂടി ഈ രസത്തിന് ചേർക്കുന്നുണ്ട്. അതുകൂടെ അങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മീൻ്റെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ദിവസമായി ഇതിലെ മീനൊന്നും വരുന്നുണ്ടായിരുന്നില്ല. മീനൊക്കെ കുറവായിരുന്നു എന്നാണ് തോന്നുന്നത്. അത് കാരണം ഇന്ന് മീൻ വന്നപ്പോൾ രാവിലെ വന്ന് മീൻകാരൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്നോർത്തിട്ട് അപ്പം മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതങ്ങ് അടച്ച് വെക്കുകയാണ്. മീൻ എപ്പോഴും തവി കൊണ്ട് ഇളക്കാത്തതായിരിക്കും നല്ലത്. നമ്മൾ ചട്ടി പിടിച്ച് എടുത്ത് കറക്കുകയോ ചെയ്യാവുള്ളൂ. അങ്ങനെ തന്നെ മീൻ ഇളക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ ചാളയൊന്നും ആയതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോവുകയില്ല. ഇനി നമ്മൾ രസം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്, ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് വെക്കുകയേ ചെയ്യാവുള്ളൂ മീൻ കറിക്ക്. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടച്ച് വെക്കുകയാണ്. അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഈ സമയം നമുക്ക് രസം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ചതച്ചെടുത്തിട്ട് വരാം. കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഇത്രയാണ് ചതച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മീൻ വറുക്കാനുള്ളത് കൂടി അരപ്പ് അരച്ചെടുക്കാനായിട്ട് എടുക്കുകയാണ്. അതും കുരുമുളകും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ലേശം വെളിച്ചെണ്ണ, ഇത്രയും കൂടെ ഒഴിച്ചിട്ടാണ്
എടുക്കുന്നത്. ഉപ്പ് വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. നമ്മളതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കാം. നമ്മൾ രസം ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പുളിയുടെ അംശമൊക്കെ ഉണ്ടായതുകൊണ്ട് മൺചട്ടി തന്നെ ആയിരിക്കും നല്ലത്. മീൻകറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുവാണ്. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. മൺചട്ടിയിൽ തക്കാളി രസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി എന്ത് കറിയാണെങ്കിലും മൺചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി രസത്തിന് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്ന വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പുറത്ത് മീൻ വറുക്കാനായിട്ടൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ചുറ്റിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റി എടുക്കണം. നമ്മൾ ചട്ടി പാനിലെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ മീൻ കഷ്ണങ്ങൾ വറുക്കാനായിട്ട് പിറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ എല്ലാവരും ഒരു മടിയില്ലാതെ കഴിക്കുന്ന ഒരൊറ്റ മീനേ ഉള്ളൂ. അതാണ് ഈ മീൻ. അപ്പോൾ മീനൊക്കെ നമ്മൾ വറുക്കാനായിട്ട് പാനിൽ വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചാണ് മീൻ ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നിനി കുറച്ച് ചക്ക വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചക്ക വേവിക്കാനായിട്ട് ഉള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3-4 കാന്താരി മുളക്, എരി അധികം വേണ്ടാത്തതുകൊണ്ടാണ് അത്ര ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് ചതച്ചെടുത്തുകൊണ്ട് വരികയാണ്. നമ്മൾ തക്കാളിയിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രസത്തിനൊക്കെ കായത്തിൻ്റെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കേണ്ടത്. കായം, കുരുമുളക്, വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് രസത്തിൽ എപ്പോഴും മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മൾ എന്നിട്ട് പുളി പിഴിഞ്ഞത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി, നേരത്തെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവായിരുന്നു. അത് കാരണം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് മറിച്ചിടുകയാണ്.
നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് മുരിഞ്ഞ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡ് കൂടി ഇരുന്ന് മുരിയട്ടെ. നമ്മൾ ഒന്നുകൂടി അടച്ച് വെക്കുകയാണ്. നമ്മൾ ചക്ക വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചക്ക മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരപ്പ് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറ് കഴുകി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് അരപ്പ് റെഡിയാക്കിയത് കൊണ്ട് തന്നെ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കർ അടച്ച് സ്റ്റൗവിലേക്ക് വെക്കാം. നമ്മുടെ തക്കാളി രസമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊന്ന് വാങ്ങുകയാണ്. നമ്മൾ ആ സ്റ്റൗവിലേക്ക് തന്നെ ചക്ക വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. രസമൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു പാൻ വെച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പയറുതോരൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടാക്കിയതാണ്. അതൊന്ന് ചൂടാക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വേറെ തോരനൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാനിങ്ങനെ ഓരോ കറികൾ വേവുമ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ആ പാത്രം അപ്പോൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണിയില്ലല്ലോ. രാത്രിയിലും എളുപ്പമാണ്. തോരനും ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി ഇട്ടിട്ടുണ്ട്. ഒറ്റ വിസിൽ വന്നാൽ മതി ചക്കയൊക്കെ വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കുകയാണെങ്കിൽ. ഞാൻ പക്ഷേ 2 വിസിലൊക്കെ വരുന്നത് വരെ വേവിക്കും. ഇനി നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. ചക്കയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്